ഇഞ്ചിയാനി ഹോളി ഫാമിലി യു.പി. സ്കൂളിന്റെ 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. തുടരുന്ന വിജയഗാഥകളുമായി ഇഞ്ചിയാനി ഹോളി ഫാമിലി യു.പി. സ്കൂൾ നവതയുടെ നിറവിൽ. മലയോര മേഖലയായ ഇഞ്ചിയാനിയുടെ തിലകക്കുറിയായി പ്രശോഭിക്കുന്ന ഇഞ്ചിയാനി ഹോളി ഫാമിലി യു.പി. സ്കൂൾ കഴിഞ്ഞ 90 വർഷങ്ങളായി ഭാവി തലമുറകൾക്ക് അക്ഷരവെളിച്ചം പകരാൻ കൊളുത്തിവെച്ച ദീപമാണ്. ഇന്നും മലമുകളിൽ ഉയർത്തപ്പെട്ട പട്ടണം പോലെ ഈ നാടിനും തലമുറകൾക്കും രൂപഭാവങ്ങൾ മെനങ്ങേകിയ ഈ കലാലയത്തിന്റെ അഭിമാനാർഹമായ വിജയങ്ങളുടെയും നേട്ടങ്ങളുടെയും സ്മരണയിൽ ചരിത്രത്താളുകളിൽ അഭിമാനപൂർവ്വം എഴുതി ചേർക്കപ്പെട്ട 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സന്തോഷപൂർവ്വം അവതരിപ്പിക്കട്ടെ. 2025 ജൂൺ 3 പുതിയ അധ്യയന വർഷത്തിന് പ്രവേശനോത്സവത്തോടെ തുടക്കം കുറിച്ചു. നവാഗതരായി കടന്നുവന്ന കുട്ടികൾക്ക് മധുരവും സമ്മാനങ്ങളും ദീപവുമേകി ഊഷ്മളമായ വരവേൽപ്പ് നൽകി. 2 മാസത്തെ അവധിക്കാലത്ത് അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും സഹകരണത്താൽ പെൺകുട്ടികൾക്കായി 5 ശുചിമുറികൾ പണിയാൻ സാധിച്ചു. കഴിഞ്ഞ 5 വർഷങ്ങളിൽ നമ്മുടെ സ്കൂളിന്റെ സർവോന്മുഖമായ വളർച്ചയ്ക്കായി അർപ്പണ മനോഭാവത്തോടെ അധ്വാനിച്ച സിസ്റ്റർ സോണിമോൾ ആന്റണി വട്ടക്കാവ് സെന്റ് സേവിയേഴ്സ് എൽ.പി. സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സായും ശ്രീ ജോസഫ് വർഗീസ് രാമക്കൽമേട് സേക്രഡ് ഹാർട്ട് സ്കൂളിലേക്ക് പ്രമോഷനായും ശ്രീമതി നാൻസി മാത്യു കോരത്തോട് സെന്റ് ജോർജ് യു.പി. സ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോവുകയും ചെയ്തു. പകരം പുഞ്ചവയൽ സെന്റ് മേരീസ് എൽ.പി. സ്കൂളിൽ നിന്നും ആൻസിമോൾ സേവ്യർ, മേരികുളം സെന്റ് മേരീസ് യു.പി. സ്കൂളിൽ നിന്ന് ജീതു എബ്രഹാം, കണമല സെന്റ് തോമസ് യു.പി. സ്കൂളിൽ നിന്ന് നീതു ടോമി എന്നിവർ നിയമിതരായി. 12 അധ്യാപകരും ഒരു ഓഫീസ് സ്റ്റാഫും 165 കുട്ടികളുമായി പുതിയ അധ്യയന വർഷത്തിലേക്ക് ദൈവാനുഗ്രഹത്തോടെ പ്രവേശിച്ചു. PTA സെക്രട്ടറിയായി ശ്രീ സോളമൻ ജോസഫും സ്റ്റാഫ് സെക്രട്ടറിയായി ശ്രീമതി എലിസബത്ത് ജോസഫും SRG കൺവീനറായി ശ്രീമതി ജീതു എബ്രഹാമും പ്രവർത്തിച്ചു വരുന്നു. പാഠ്യപ്രവർത്തനങ്ങൾ 9:05 സ്റ്റഡി ബെല്ലോടെ പ്രവൃത്തി ദിവസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. 9:40 അധ്യാപകരുടെ പ്രാർത്ഥനയും 9:50 പൊതുപ്രാർത്ഥനയും നടത്തുന്നു. തുടർന്ന് ആരംഭിക്കുന്ന ക്ലാസുകൾ 3:45 അവസാനിക്കുന്നു. 1 മുതൽ 4 വരെ ക്ലാസുകളിൽ 4 അധ്യാപകരും 5 മുതൽ 7 വരെ ക്ലാസുകളിൽ 7 അധ്യാപകരും അധ്യയനം നടത്തുന്നു. സ്കൂൾ അസംബ്ലി 1 മുതൽ 7 വരെ ക്ലാസുകളുടെയും വിവിധ ഭാഷാ ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. ബുധനാഴ്ച ദിവസങ്ങളിലെ അസംബ്ലിയിൽ പ്രാർത്ഥന, പ്രതിജ്ഞ, ചിന്താവിഷയം, പത്രവാർത്ത, ക്വിസ്, എക്സസൈസുകൾ, മറ്റു പരിപാടികൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കുട്ടികളുടെ പഠന പുരോഗതി വിലയിരുത്തുന്നതിനായി മിഡ് ടേം പരീക്ഷകളും യൂണിറ്റ് ടെസ്റ്റുകളും ടേമിലി പരീക്ഷകളും ചിട്ടയായി നടത്തപ്പെടുന്നു. ക്ലാസ് PTA വിളിച്ചുകൂട്ടി രക്ഷിതാക്കളുമായി പഠന നിലവാരം ചർച്ച ചെയ്യുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. LSS USS പരിശീലനം. 2024-25 വർഷത്തെ USS പരീക്ഷയിൽ മുഹമ്മദ് അൽഫാസ് TH USS സ്കോളർഷിപ്പും അഡോൺ VAB, ആൽബി സന്തോഷ്, ഇവാൻ ഔസേബ് മനോജ് എന്നീ കുട്ടികൾ LSS സ്കോളർഷിപ്പിനും അർഹരായി. സ്കോളർഷിപ്പുകളും എൻഡോമെന്റുകളും. ഉദാരമതികളായ നാട്ടുകാരും നല്ലവരായ മുൻ അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളും ഏർപ്പെടുത്തിയ വിവിധ സ്കോളർഷിപ്പുകൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നു. ഇവരെല്ലാവർക്കും ഹോളി ഫാമിലി യു.പി. സ്കൂളിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇംഗ്ലീഷ് ഗ്രാമർ കോച്ചിംഗ്. പാഠപുസ്തകത്തിന് പുറമെ കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ പ്രാവീണ്യം നേടുന്നതിനായി പ്രത്യേക ഗ്രാമർ പരിശീലനം സ്കൂളിൽ നടത്തിവരുന്നു. വായനാ പരിശീലനം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ വായനയിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി പ്രത്യേക വായനാ പരിശീലനം അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങൾ. കുട്ടികളുടെ സർവോന്മുഖ വികസനമാണ് വിദ്യാഭ്യാസത്തിന് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സവിശേഷ ശ്രദ്ധ നൽകുന്നു. വിവിധ ക്ലബ്ബ് പ്രവർത്തനങ്ങളിലൂടെ അത് സാധ്യമാകുന്നു. വിവിധ ക്ലബ്ബുകളും സംഘടനകളും. വായനാ ക്ലബ്ബ്, സയൻസ്, സോഷ്യൽ സയൻസ്, ഗണിതം, IT, ഇംഗ്ലീഷ്,
വിദ്യാരംഗം, ആരോഗ്യം, പ്രവൃത്തി പരിചയം, കാർഷികം, സ്പോർട്സ് എന്നീ ക്ലബ്ബുകളും KCSL, DCL തുടങ്ങിയ സംഘടനകളും സജീവമായി പ്രവർത്തിക്കുന്നു. ക്ലബ്ബ് ഉദ്ഘാടനം ജൂലൈ 12 ഫിലിം ആർട്ടിസ്റ്റ് ശ്രീ ജോജി മുണ്ടക്കയം നിർവഹിച്ചു. പുസ്തകക്കൂടും വായനാ ക്ലബ്ബും അമ്മ വായനയും. കുട്ടികളിൽ വായനാഭിമുഖ്യം വളർത്തുന്നതിന് ചിറ്റടി പബ്ലിക് ലൈബ്രറിയുമായി സഹകരിച്ച് സ്കൂളിൽ പുസ്തകക്കൂടും എഴുത്തുപെട്ടിയും സ്ഥാപിച്ചിട്ടുണ്ട്. സ്കൂൾ ലൈബ്രറിക്ക് പുറമെ 100ഓളം പുസ്തകങ്ങൾ പുസ്തകക്കൂട്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വായനയെ പ്രോത്സാഹിപ്പിക്കുക, വായനാക്കുറിപ്പുകൾ പങ്കുവയ്ക്കുക, എഴുത്തുകാരെയും പുസ്തകങ്ങളെയും കൂടുതലായി പരിചയപ്പെടുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സ്കൂളിൽ വായനാ ക്ലബ്ബ് പ്രവർത്തിക്കുന്നു. ഒപ്പം ഓരോ ക്ലാസ് റൂമിലും വായനാമൂല സജ്ജമാക്കിയിട്ടുണ്ട്. വായനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് ചിറ്റടി പബ്ലിക് ലൈബ്രറി സന്ദർശിക്കുന്നതിന് അവസരമൊരുക്കി. സ്കൂൾ ലൈബ്രറിയിൽ നിന്നും പുസ്തകക്കൂട്ടിൽ നിന്നും കുട്ടികൾക്ക് വായനയ്ക്കായി പുസ്തകങ്ങൾ നൽകുന്നു. മികച്ച വായനാക്കുറിപ്പിന് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു വരുന്നു. അമ്മ വായന. വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുട്ടികൾക്കൊപ്പം അമ്മമാർക്കും വായിക്കുന്നതിനുള്ള പുസ്തകങ്ങൾ ചിറ്റടി പബ്ലിക് ലൈബ്രറിയുടെ സഹായത്തോടെ നൽകി വരുന്നു. കുട്ടികൾ വഴി പുസ്തകങ്ങൾ അമ്മമാരിൽ എത്തിക്കുകയും മികച്ച വായനാക്കുറിപ്പിന് സമ്മാനം നൽകുകയും ചെയ്യുന്നു. സയൻസ് ക്ലബ്. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ശാസ്ത്ര കൗതുകം ഉണർത്താൻ ഉതകുന്ന തരത്തിൽ ലഘു പരീക്ഷണങ്ങളിലൂടെയും ശാസ്ത്രലാഭ ഉപയോഗപ്പെടുത്തിയും ശാസ്ത്രാഭിരുചി വളർത്താൻ ക്ലബിന് സാധിക്കുന്നു. സോഷ്യൽ സയൻസ് ക്ലബ്. കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധതയും നേതൃത്വ പാഠവും വളർത്തിയെടുക്കാൻ ഈ ക്ലബ്ബ് സഹായിക്കുന്നു. ഗണിത ക്ലബ്. ഗണിതം രസപ്രദമാക്കി ഗണിതത്തോടുള്ള താല്പര്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ രസകരമാക്കുന്നതിന് സഹായിക്കുന്ന കളികൾ, ക്വിസ്, പാറ്റേണുകൾ, ഗണിതമേളയ്ക്കുള്ള പരിശീലനം, ന്യൂമാത്സ് പരിശീലനം തുടങ്ങിയവ നടത്തിവരുന്നു. വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഉപജില്ലാ ശാസ്ത്രമേളയിൽ LP, UP വിഭാഗത്തിൽ നിന്നും നിരവധി കുട്ടികൾ പങ്കെടുക്കുകയും മികച്ച വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദി. കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വളർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സ്കൂൾ കലോത്സവം നടത്തപ്പെട്ടു. മികച്ച കുട്ടികൾക്ക് ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പരിശീലനവും നൽകി. ഉപജില്ലാ, ജില്ലാ കലോത്സവങ്ങളിൽ കുട്ടികൾ പങ്കെടുക്കുകയും LP വിഭാഗത്തിൽ നിന്നും UP വിഭാഗത്തിൽ നിന്നും നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു.
ഹെൽത്ത് ക്ലബ്. സൗഹൃദപരമായ സേവനത്തിലൂടെ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന സദുദ്ദേശവുമായി ആരോഗ്യ ക്ലബ്ബ് സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. ആഴ്ചയിലൊരിക്കൽ അയൺ ഫോളിക് ടാബ്ലറ്റ് നൽകുകയും ജനുവരി 6, 12 തീയതികളിൽ എല്ലാ കുട്ടികൾക്കും വിരഗുളിക നൽകുകയും ചെയ്തു. 2025 സെപ്റ്റംബർ 12 തീയതി മുണ്ടക്കയം ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് മെൻസ്ട്രൽ ഹൈജീൻ ക്ലാസ് നടത്തുകയുണ്ടായി. അതോടൊപ്പം മുണ്ടക്കയം PHSയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി പേവിഷബാധയുമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണ ക്ലാസ് അസംബ്ലിയിലും നടത്തി. പ്രവൃത്തി പരിചയ ക്ലബ് കുട്ടികളുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും സർഗാത്മക ശേഷി വികാസത്തിനും പ്രവൃത്തി പരിചയ പരിശീലനങ്ങൾ സ്കൂൾ തലത്തിൽ നടത്തിവരുന്നു. സബ് ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കാവുന്ന 10 ഇനങ്ങളിലും കുട്ടികൾ പങ്കെടുക്കുകയും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. സ്പോർട്സ് ക്ലബ് മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ ജോസഫ് കല്ലൂപ്പറമ്പത്തച്ഛന്റെ നേതൃത്വത്തിൽ ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമിയിലെ പ്രഗത്ഭയായ പരിശീലക ബിനോഭ ടീച്ചർ കുട്ടികൾക്ക് കായിക പരിശീലനം നൽകി വരുന്നു. ഉപജില്ലാ കായികമേളയിൽ UP വിഭാഗത്തിൽ 40 കുട്ടികൾ പങ്കെടുക്കുകയും നിരവധി നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. 6 ഒന്നാം സ്ഥാനവും 4 രണ്ടാം സ്ഥാനവും 2 മൂന്നാം സ്ഥാനവും ഉൾപ്പെടെ 50 പോയിന്റുകൾ കരസ്ഥമാക്കി തുടർച്ചയായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കാത്തുസൂക്ഷിക്കാനും സാധിച്ചു. മാർച്ച് പാസ്റ്റിൽ 1-ാം സ്ഥാനവും UP സ്കൂൾ വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും നേടാൻ സാധിച്ചു. തുടർന്ന് നടന്ന ഹയർ ലെവൽ സബ് ജൂനിയർ വിഭാഗം ബോയ്സ് 80 മീറ്റർ ഹഡിൽസിൽ കാർത്തിക് സുരേന്ദ്രൻ ജില്ലാതലത്തിലും 1-ാം സ്ഥാനം നേടി. സംസ്ഥാന തലത്തിലും മികച്ച പ്രകടനം നടത്തി. വരും വർഷങ്ങളിലും കായിക പരിശീലനം തുടർന്നുകൊണ്ടിരിക്കും. ICE ഇന്റഗ്രേറ്റഡ് ആൻഡ് ക്രിയേറ്റീവ് എഡ്യൂക്കേഷൻ 6-ാം ക്ലാസ്സിലെ മിടുക്കരായ കുട്ടികൾക്ക് സമഗ്ര പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ICE പ്രോഗ്രാം ശ്രീമതി അനു K സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ കാര്യക്ഷമമായി നടക്കുന്നു. യങ് ഫാമേഴ്സ് ക്ലബ് കുട്ടികൾക്ക് കൃഷിയോടുള്ള താൽപര്യം വളർത്തുക, വീട്ടിലും സ്കൂളിലും വിവിധ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ഇഞ്ചിയാനി ഹോളി ഫാമിലി UP സ്കൂളിൽ യങ് ഫാർമേഴ്സ് ക്ലബ് പ്രവർത്തിച്ചു വരുന്നു. ക്ലബിലെ അംഗങ്ങൾ നട്ടുവളർത്തിയ വാഴയിൽ നിന്നും ലഭിച്ച വാഴപ്പഴം സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്തു. വിഷരഹിതമായി കൃഷി ചെയ്ത ഫലത്തിന്റെ രുചിയും ഗുണങ്ങളും അനുഭവിച്ചറിയുന്നതിന് ഇതിലൂടെ സാധിച്ചു. ജനുവരി മാസത്തിൽ കുട്ടികൾക്ക് വിവിധതരം വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. KCSL കത്തോലിക്ക വിദ്യാർത്ഥികൾക്കുള്ള സംഘടനയായ KCSL സജീവമായി പ്രവർത്തിക്കുന്നു. എല്ലാ ആദ്യവെള്ളിയും കുട്ടികൾക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. മാസത്തിൽ ഒരു ദിവസം KCSL അംഗങ്ങൾ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒക്ടോബർ മാസം ജപമാല ചൊല്ലി ഭക്തിപൂർവ്വം ആചരിച്ചു. 10-ാമത്തെ ദിവസം മനോഹരമായ ജപമാല പ്രദക്ഷിണവും നടത്തി. തുടർന്ന് മിഠായികൾ വിതരണം ചെയ്തു. KCSL സാഹിത്യോത്സവത്തിൽ കുട്ടികൾ പങ്കെടുക്കുകയും മികച്ച വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. ഡിസംബർ 23-ന് ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തി. BRCയിലെ പ്രത്യേക പരിഗണന ആവശ്യമായ കുട്ടികൾക്ക് ധനസഹായം ശേഖരിച്ചു. വെല്ലുവിളികളെ അതിജീവിച്ച മാസ്റ്റർ ജ്യോതിഷ് കുമാറിന്റെ പങ്കാളിത്തം ക്രിസ്മസ് ആഘോഷത്തെ കൂടുതൽ മനോഹരമാക്കി. DCL വിജ്ഞാനത്തോടൊപ്പം കുട്ടികളുടെ സമഗ്ര വളർച്ചയും ലക്ഷ്യമാക്കുന്ന DCLന്റെ ഒരു ശാഖ നമ്മുടെ സ്കൂളിലും പ്രവർത്തിച്ചു വരുന്നു. കളറിംഗ് കോമ്പറ്റീഷനിലും കുട്ടികൾ പങ്കെടുത്തു.
DCL IQ ടാലന്റ് പരീക്ഷയിൽ 50 കുട്ടികൾ പങ്കെടുക്കുകയും 17 കുട്ടികൾ എ ഗ്രേഡും 3-ാം ക്ലാസ്സിലെ ശ്രാവൺ പി ശ്രീകാന്ത് A++ ഗ്രേഡും ക്യാഷ് അവാർഡും സ്വന്തമാക്കുകയും ചെയ്തു. ദീപിക നമ്മുടെ ഭാഷാ പദ്ധതി. വായനയിലൂടെ ചുറ്റുപാടുകളെ അറിയാൻ സഹായിക്കുന്ന പത്രവായനയ്ക്ക് പരിശീലനം നൽകുന്ന ദീപിക ഭാഷാ പദ്ധതി സ്കൂളിൽ നടന്നുവരുന്നു. ഇഞ്ചിയാനി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സോണി തോമസും അധ്യാപകരും ചേർന്നാണ് പത്രം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നല്ല പാഠം പദ്ധതി. മലയാള മനോരമയുടെ പ്രത്യേക പദ്ധതിയായ നല്ല പാഠം പദ്ധതിയിൽ നമ്മുടെ സ്കൂൾ അംഗമാവുകയും വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. രുചിക്കുടുക്ക ചിരിക്കുടുക്ക. കുട്ടികളുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മിഠായി നൽകുന്നതിന് പകരം ആ തുക കുടുക്കയിൽ നിക്ഷേപിച്ച് ആ തുക ഉപയോഗിച്ച് ചിക്കൻ ബിരിയാണി നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതി വിജയകരമായി തുടരുന്നു. ചിക്കൻ ട്രീറ്റ്. സുമനസ്സുകളായ രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും സഹായത്തോടെ ഈ അധ്യയന വർഷം 10 ദിവസങ്ങളിൽ കുട്ടികൾക്ക് ചിക്കൻ വിഭവങ്ങൾ നൽകുവാൻ സാധിച്ചു. ഈ പദ്ധതിയിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. ചങ്ങാതിക്കൊരു മരം പദ്ധതി. ചങ്ങാതിക്കൊരു മരം. പരസ്പര സഹകരണ മനോഭാവം കുട്ടികളിൽ വളർത്തുന്നതിന് കുട്ടികളുടെ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതിൻ്റെയും പരിപാലിക്കേണ്ടതിൻ്റെയും ആവശ്യകത കുട്ടികളെ ബോധ്യപ്പെടുത്താൻ ഈ പദ്ധതി വളരെ സഹായകരമായി. ധാർമ്മിക അവബോധ ക്ലാസ്. ജൂൺ മാസത്തെ ആദ്യ 2 ആഴ്ച ധാർമ്മിക അവബോധത്തെക്കുറിച്ച് ക്ലാസുകൾ നടന്നു. ഡിജിറ്റൽ അച്ചടക്കം, സഹകരണ മനോഭാവം, പൊതുമുതൽ സംരക്ഷണം, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, വ്യായാമം ഇവയുടെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഔഷധ ഉദ്യാനം. സ്കൂളിന്റെ പരിസരത്ത് വിവിധ തരം ഔഷധ സസ്യങ്ങൾ നട്ടുവളർത്തിയിരിക്കുന്നു. ആര്യവേപ്പ്, തുളസി, മഞ്ഞൾ തുടങ്ങി ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ ഇവിടെ വളരുന്നു. ഔഷധ ചെടികളുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. സ്കൂൾ പച്ചക്കറിത്തോട്ടം. പരിസ്ഥിതി സൗഹൃദമായ ജീവിതശൈലിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികളിൽ കൃഷിയോടുള്ള അഭിരുചി വളർത്തുന്നതിനായി സ്കൂളിൽ പച്ചക്കറിത്തോട്ടം സ്ഥാപിച്ചിരിക്കുന്നു. മുളക്, വെണ്ട, ചേന, ചേമ്പ്, വാഴ, മത്തൻ മുതലായവ തോട്ടത്തിലുണ്ട്. മരത്തൈ വിതരണം. വനംവകുപ്പിൽ നിന്ന് ലഭിച്ച മരത്തൈകൾ ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ ജോസഫ് കല്ലൂപ്പറമ്പത്തച്ഛന്റെയും വാർഡ് മെമ്പർ ശ്രീ ജെയിംസ് ജോസഫിന്റെയും നേതൃത്വത്തിൽ വിതരണം ചെയ്യപ്പെട്ടു. SSS ദേശീയ സമ്പാദ്യ പദ്ധതി. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റുഡന്റ് സേവിംഗ് സ്കീം സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. ഹെഡ് മിസ്ട്രസ്, 2 വിദ്യാർത്ഥി പ്രതിനിധികൾ, 2 രക്ഷകർത്താക്കൾ, 2 നോഡൽ ടീച്ചർമാർ എന്നിവരടങ്ങിയ ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സ്കീം പ്രവർത്തിക്കുന്നത്. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ജനാധിപത്യ മൂല്യങ്ങൾ പകർന്നു നൽകുന്നതിനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുന്നതിനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആപ്പ് ഉപയോഗിച്ച് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാന മാതൃകയിൽ ജൂലൈ 18-ന് സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി. ജനമനസിൻ അധിപതി നീവാ, പുതുയുഗമായി പുലരൊളി പോൽ വാ, കാത്തിരുന്നൊരു ജനത വന്നേ ഈ നാട്. ചെയർപേഴ്സണായിട്ട് അഡോണ ബെൻസ് 41 ഓട്ടോടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സ്കൂൾ ചെയർപേഴ്സണായി അഡോണ ബിൻസും വൈസ് ചെയർപേഴ്സണായി റോബിൻ തോമസും തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂമാത്സ് സ്റ്റെപ്സ് പരീക്ഷാ പരിശീലനങ്ങൾ. ഗണിത ക്ലബിന്റെ നേതൃത്വത്തിൽ മാത്തമാറ്റിക്സിൽ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ന്യൂമാത്സ് പരിശീലനം നൽകി വരുന്നു. സബ് ജില്ലാ തലത്തിൽ ആൽബി വിൻസെന്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സോഷ്യൽ സയൻസിൽ മിടുക്കരായ കുട്ടികളെ കണ്ടെത്തി സ്റ്റെപ്സ് പരിശീലനവും നൽകുന്നു. സബ് ജില്ലാ തലത്തിൽ ഗൗരി രാജേഷ് തിരഞ്ഞെടുക്കപ്പെട്ടു.
കേരള ഗണിതശാസ്ത്ര പരിഷത്തിന്റെ സംസ്ഥാനതല മാത്സ് ടാലന്റ് സെർച്ച് പരീക്ഷയിലേക്ക് കോട്ടയം ജില്ലയിൽ നിന്നും 3-ാം ക്ലാസ്സിലെ അനയ അന്ന ബിജോയി, 5-ാം ക്ലാസ്സിലെ ഇവാൻ ഔസേപ്പ് മനോജ്, ജിയോൺ സിജി എന്നീ കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെട്ടു. പൊതുവിജ്ഞാന പരിശീലനം. കുട്ടികളിൽ പൊതുവിജ്ഞാനം വളർത്തുന്നതിനായി ആനുകാലിക വിവരങ്ങൾ ശേഖരിച്ച് GK ബുക്കിൽ കുറിക്കുകയും മാസം തോറും ക്വിസ് മത്സരങ്ങൾ നടത്തി അസംബ്ലിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. പഠന പിന്തുണാ പ്രവർത്തനങ്ങൾ. ഓരോ ടീമിലെയും പരീക്ഷകൾക്ക് ശേഷം കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള കുട്ടികൾക്ക് പിന്തുണാ പ്രവർത്തനങ്ങൾ നൽകി വരുന്നു. സൈക്കിൾ പരിശീലനം. പെൺകുട്ടികളുടെ കായികക്ഷമത വളർത്തുന്നതിനും അവരെ സ്വയം പര്യാപ്തരാക്കുന്നതിനുമായി സൈക്കിൾ പരിശീലനം നടത്തുന്നു. ബോധവൽക്കരണ ക്ലാസുകൾ. സ്കൂൾ സുരക്ഷ, സൈബർ സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട് ജൂൺ 18-ന് മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ശ്രീ സാബിർ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. തുടർന്ന് ജൂലൈ 12-ന് സാറിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും നടന്നു. ആഘോഷങ്ങൾ. ഓണം, ക്രിസ്മസ്, ശിശുദിനം തുടങ്ങിയവ സമുചിതമായി ആഘോഷിച്ചു. ഓണത്തിന് സദ്യയും പായസവും തയ്യാറാക്കി. പുഞ്ചിരിയുടെ കാലം, കഥ പറയും കാലവും പൂക്കാലവും വന്നേ. പൂവിതറും കാലം, ഒരു ജാലം, പുഞ്ചിരിയുടെ കാലം, കഥ പറയും കാലവും പൂക്കാലവും വന്നേ. ആഡംബരമാവാടി ആഘോഷം മാവും ചിങ്ങ മാസത്തിൻ ചന്തമോടെ മാവേലി തമ്പ്രാൻ വരവായി. ഇതു നമ്മുടെ ഓണം, പൊന്നോണം, തിരുവോണം. ഇതു നമ്മുടെ ഓണം, പൊന്നോണം, തിരുവോണം. കാഞ്ഞിരപ്പള്ളി BRCയുമായി ഒത്തൊരുമിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികളെ ചേർത്ത് നിർത്തി ക്രിസ്മസ് ആഘോഷം നടത്തി. കേക്ക് വിതരണം, അലങ്കാരങ്ങൾ, കരോൾ ഗാനം, പുൽക്കൂട തുടങ്ങിയവ ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു. ശിശുദിനത്തിൽ പായസം വിതരണം ചെയ്തു. റാലി നടത്തി. കുട്ടികൾ ചാച്ചാജിയുടെയും സ്വാതന്ത്ര്യ സമര നേതാക്കളുടെയും വേഷമണിഞ്ഞ് റാലിയിൽ പങ്കെടുത്തു. ദിനാചരണങ്ങൾ. ഓരോ ദിനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ ദിനാചരണങ്ങൾ നടത്തുന്നു. പരിസ്ഥിതി ദിനം, ചാന്ദ്രദിനം, വായനാ ദിനം, സ്വാതന്ത്ര്യദിനം, ബഷീർ ദിനം, കേരളപ്പിറവി, റിപ്പബ്ലിക് ദിനം, രക്തസാക്ഷിത്വ ദിനം തുടങ്ങിയവ ആചരിച്ചു. ഇതിന്റെ ഭാഗമായി പ്രതിജ്ഞ, വീഡിയോ പ്രദർശനം, റാലി, മറ്റു പരിപാടികൾ എന്നിവ നടത്തുകയും പോസ്റ്റർ നിർമ്മാണം, ക്വിസ് മത്സരം എന്നിവയ്ക്ക് അസംബ്ലിയിൽ സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ലഹരി വിരുദ്ധ ദിനം. ലഹരി വിരുദ്ധ ദിനത്തിലും പുകയില വിരുദ്ധ ദിനത്തിലും പ്രത്യേക അസംബ്ലി ചേർന്നു. പ്രതിജ്ഞ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുത്തു. ഇവ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളെപ്പറ്റി ബോധവൽക്കരണ ക്ലാസും നടത്തി. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സൂംബ പരിശീലനവും നടത്തുന്നു. റാലി, ഫ്ലാഷ് മോബ്, സ്കിറ്റ് തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി നടന്നു. കുട്ടികൾ ലഹരി ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. കാരുണ്യ പ്രവർത്തികൾ. കുട്ടികളിൽ കരുണ, സ്നേഹം, സഹകരണ മനോഭാവം എന്നിവ വളർത്തിയെടുക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ ക്രിസ്മസിനോടനുബന്ധിച്ച് കരുതൽ എന്ന പേരിൽ സ്കൂളിൽ നടന്നു. കാഞ്ഞിരപ്പള്ളി BRCയുടെ കീഴിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന 35ഓളം കുട്ടികൾക്ക് 15,000 രൂപയുടെ ധനസഹായം നൽകി. കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും സ്വരൂപിച്ച തുകയാണിത്. ഷുഗർ രോഗചികിത്സയ്ക്ക് 10,000 രൂപ നൽകി. അപകടം പറ്റി അഡ്മിറ്റായ കുട്ടിക്ക് ഹോസ്പിറ്റൽ ചെലവിനായി 10,000 രൂപ നൽകുകയും ചെയ്തു. പ്രാദേശിക PTAയും മികവുത്സവവും. കൂടുതൽ രക്ഷിതാക്കളെ പങ്കെടുപ്പിക്കുക, ആ പ്രദേശത്തെ എല്ലാ കുട്ടികൾക്കും പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രാദേശിക PTA നടത്തിവരുന്നു. ഈ വർഷം വട്ടക്കാവ്, വെളിച്ചിയാനി എന്നിവിടങ്ങളിൽ PTAയും കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവുത്സവവും നടത്തുകയും ചെയ്തു. ഭവന സന്ദർശനം. അധ്യാപക രക്ഷകർത്തൃ ബന്ധം ഊട്ടിയുറപ്പിക്കാനും ഓരോ കുട്ടിയുടെയും ജീവിത സാഹചര്യം നേരിട്ട് മനസ്സിലാക്കാനും ആവശ്യമായ പിന്തുണ കുടുംബത്തിന് നൽകാനും ഭവന സന്ദർശനത്തിലൂടെ സാധിക്കുന്നു.
എല്ലാ വർഷവും ഇത് നടപ്പിലാക്കുന്നു. പഠനയാത്ര. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തേക്ക് 85 കുട്ടികളുമായി 2 ബസ്സുകളിൽ ജനുവരി 9 പഠനയാത്ര നടത്തപ്പെട്ടു. പ്ലാനറ്റോറിയം, നിയമസഭാ മന്ദിരം, സൂ, ലുലു മാൾ, ബീച്ച്, പാർക്ക് എന്നിവ സന്ദർശിക്കുകയുണ്ടായി. പായും ലോകം മുന്നോട്ടു വേഗം പോകാം ദൂരെയോ എങ്ങോ കോർത്ത കൂട്ടുകാരിതായി പല മോഹങ്ങളെങ്കിലും പല സ്വപ്നങ്ങളെങ്കിലും അതു പിന്നേക്കു മാറ്റിടാം കൂട്ടായി വേഗം പോകാം നേട്ടങ്ങളുടെ നിറുകയിൽ 2024-25 അധ്യയന വർഷത്തെ പാഠ്യേതര പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞിരപ്പള്ളി കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ മികച്ച സ്കൂളിനുള്ള പുരസ്കാരം ഇഞ്ചിയാനി ഹോളി ഫാമിലി UP സ്കൂളിന് ലഭിച്ചു. ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന അന്തരിച്ച ജോയൽ ജോസഫിന്റെ സ്മരണാർത്ഥം സ്കൂളിന്റെ മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് സ്കൂളിന് ഷീൽഡ് നൽകി ആദരിക്കുകയുണ്ടായി. PTA MPTA സേവന സന്നദ്ധരും കർമ്മോത്സുകരുമായ PTA നമുക്കുണ്ട്. സ്കൂളിലെ എല്ലാ ആവശ്യങ്ങളിലും PTA സഹകരണം ലഭ്യമാണ്. ഈ വർഷം പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ശ്രീ ജോബിൻ പ്ലാപ്പള്ളി PTA പ്രസിഡന്റും ശ്രീമതി പ്രിൻസി റോബിൻ MPTA പ്രസിഡന്റായും നിയുക്തരായി. യഥാസമയം PTA യോഗങ്ങൾ ചേരുകയും ഉചിതമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. കോർപ്പറേറ്റ് ഇവാലുവേഷൻ ടീം 2026 ഫെബ്രുവരി മാസത്തിൽ കോർപ്പറേറ്റിൽ നിന്നുള്ള വിലയിരുത്തൽ ടീം സ്കൂൾ സന്ദർശിക്കുകയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അധ്യാപക പ്രതിഭ. അധ്യാപകർക്കായുള്ള ടീച്ചിംഗ് എയ്ഡ് മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ സോളമൻ ജോസഫ് ജില്ലാതലത്തിൽ 1ാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ 5ാം സ്ഥാനവും A ഗ്രേഡും കരസ്ഥമാക്കി. സാറിന് അഭിനന്ദനങ്ങൾ. സ്കൂൾ ബസ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ സ്കൂളിലേക്ക് കടന്നുവരുന്ന കുട്ടികൾക്ക് സ്കൂൾ ബസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വട്ടക്കാവ്, ഇടക്കുന്നം, പാറത്തോട്, പാലപ്ര, മാങ്ങാപ്പാറ, ഊരക്കനാട്, വെളിശ്ശിയാനി, ചോറ്റി, 31-ാം മൈൽ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കെല്ലാം യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് സഹായിക്കുന്ന സ്കൂൾ ബസ് ഡ്രൈവർ വിഷ്ണുവിനെ നന്ദിയോടെ ഓർക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ വിദ്യാലയം കൈവരിച്ച നേട്ടങ്ങളുടെ ഒരു ലഘുചിത്രമാണ് ഈ റിപ്പോർട്ടിലൂടെ അവതരിപ്പിച്ചത്. പാഠ്യേതര മേഖലകളിൽ നമ്മുടെ കുട്ടികൾ കൈവരിച്ച ഉന്നതമായ വിജയങ്ങൾ മാനേജ്മെന്റിന്റെയും PTA-യുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ്. കരുതലിന്റെ ചിറകിൻ കീഴിൽ അഭയം നൽകി അനുഗ്രഹ വഴികളിലൂടെ ഈ കലാലയത്തെ അനുഗ്രഹിച്ച് വഴി നടത്തുന്ന നല്ല ദൈവത്തിന്, ഇഞ്ചിയാനിയുടെ മാതൃദീപവും
സ്നേഹദീപം എന്ന ആശ്രമത്തിന്റെ സ്ഥാപകനും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അഭിവന്ദ്യ പുളിക്കൽ പിതാവിനും സ്കൂളിന്റെ വളർച്ചയിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കോർപ്പറേറ്റ് മാനേജർ ബഹുമാനപ്പെട്ട ഡൊമിനിക് അയലൂപ്പറമ്പിലച്ചനും കുട്ടികളുടെ വളർച്ചയിൽ പിതൃതുല്യമായ കരുതൽ നൽകുന്ന സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട ജോസഫ് കല്ലൂപ്പറമ്പത്തച്ഛനും നന്ദി പറയുന്നു. നമ്മുടെ സ്കൂളിന് 2 ടോയ്ലറ്റുകൾ നിർമ്മിച്ചു നൽകിയ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി രേഖാദാസിനും മെമ്പർ ശ്രീമതി ഷീലമ്മ ഡൊമിനിക്കിനും സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. സ്കൂളിന്റെ എല്ലാ ആവശ്യങ്ങളിലും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന ഹെഡ് മിസ്ട്രസ് ബിനോൾ ടീച്ചറിനും അധ്യാപകർക്കും വിദ്യാലയത്തിന് എന്നും കരുത്തു പകരുന്ന PTA അംഗങ്ങൾക്കും ഓഫീസ് അസിസ്റ്റന്റ് റിൻറ്റോയ്ക്കും രുചികരമായി ഭക്ഷണമൊരുക്കുന്ന ഉഷ ചേച്ചിക്കും കായിക പരിശീലനം മുടക്കം കൂടാതെ കാര്യക്ഷമമായി നടത്തുന്ന ബിനോഭ ടീച്ചറിനും ഹൃദയം നിറഞ്ഞ നന്ദി. കുട്ടികൾക്ക് സുഗമമായ യാത്രയൊരുക്കുന്ന സ്കൂൾ ബസ് ഡ്രൈവർ വിഷ്ണുവിനും ഹൃദയംഗമമായ നന്ദി. എല്ലാറ്റിനുമുപരി നമ്മുടെ വിദ്യാലയത്തെ വിജയവീഥിയിലേക്ക് എത്തിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും നന്ദിയുടെ നറുമലരുകൾ. വരും വർഷങ്ങളിൽ ഇതിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാർഷിക റിപ്പോർട്ട് അംഗീകാരത്തിനായി സദസ്സ് മുൻപാകെ സമർപ്പിക്കുന്നു.